ഒരു ഡിഗ്രി ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 3 സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് സെയിൽസ് ആണ്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ സെല്ല് ചെയ്യാം എന്നറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എല്ലായിടത്തും ഒരു ഡിമാൻഡ് ഉണ്ടാവും. കാരണം ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അതെങ്ങനെ സെയിൽ ചെയ്യാമെന്ന് നമ്മൾ അറിഞ്ഞാൽ നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു റവന്യൂവിൽ ഒരു ഇമ്പാക്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തേന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡിജിറ്റലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഓൺലൈൻ ത്രൂ ആണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രൊഡക്റ്റും അല്ലെങ്കിൽ എല്ലാ കമ്പനീസും നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ മാക്സിമം ഓൺലൈനായിട്ട് ഡിജിറ്റൽ ഓഡിയൻസായിട്ട് റീച്ച് ചെയ്യാമെന്നാണ്. അങ്ങനെ റീച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര ഡിമാൻഡ് ഉണ്ടാവും. മൂന്നാമത് വരുന്നത് കമ്മ്യൂണിക്കേഷനാണ്. നമുക്ക് സെയിൽ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ പോലും നമുക്കത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാൻ പാടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് അതിനോടൊരു യൂസ് ഉണ്ടാവില്ല. അതേപോലെ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്കത് യാഥാർത്ഥ്യമായി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ആ ഐഡിയ എന്ത് ചെയ്യണം? ആളിലായിട്ട് കൺവേ ചെയ്യാൻ പറ്റണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാണ്? ഒരു വലിയ സ്കില്ലാണ്. എനിക്ക് തോന്നുന്നു ഈ 3 സ്കില്ല് ഞാൻ പറഞ്ഞതിൽ ഏറ്റവും വലിയ സ്കില്ല് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പകുതി നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോയിക്കോളും. അപ്പോൾ ഇതേപോലെ ടിപ്സിന് വേണ്ടി ഡു സബ്സ്ക്രൈബ്.